ശബരിമല സ്വർണ്ണമോഷണ വിവാദത്തിൽ പരിശോധന ശനിയാഴ്ച. ജസ്റ്റിസ് കെ ടി ശങ്കരൻ ശനിയാഴ്ച സന്നിധാനത്തെത്തും. ദ്വാരപാലക ശില്പത്തിന്റെ പാളികളിൽ സ്വർണം പൂശിയ സ്മാർട്ട് ക്രിയേഷൻസിന്റെ സിഇഒയിൽ നിന്ന് ദേവസ്വം വിജിലൻസ് മൊഴിയെടുക്കുകയാണിപ്പോൾ. ഷഫീദ് റാവുത്തറും വിഷ്ണു സുരേഷും വിവരങ്ങളുമായി. ഷഫീദ്, ഇപ്പോൾ മൊഴിയെടുക്കൽ നടക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ടൊരു നടപടിക്രമമാണ്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? ഈ ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു നീക്കത്തിലേക്ക് ദേവസ്വം വിജിലൻസ് കടക്കുകയാണ്. നാളെയാണ് ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ദേവസ്വം വിജിലൻസിന് പൂർണ്ണ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. അതിനു മുൻപ് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ മനോജ് ഭണ്ഡാരിയുടെ മൊഴിയാണ് ഇപ്പോൾ ദേവസ്വം ആസ്ഥാനത്ത് ദേവസ്വം വിജിലൻസ് രേഖപ്പെടുത്തി. നേരത്തെ ഇദ്ദേഹത്തിന്റെ പ്രതികരണമടക്കം പുറത്തു വന്നതാണ്. തങ്ങളുടെ കയ്യിൽ കിട്ടിയത് ചെമ്പുപാളിയാണെന്നും സ്വർണ്ണപ്പാളിയിൽ അല്ലെങ്കിൽ സ്വർണം പൊതിഞ്ഞതോ സ്വർണ്ണപ്പാളിയിലോ ഏതെങ്കിലും തരത്തിൽ താങ്കൾ ഇത് വീണ്ടും അതിനകത്ത് വർക്ക് ചെയ്യില്ലെന്നൊക്കെയുള്ള കാര്യങ്ങളാണ് അന്ന് സ്മാർട്ട് ക്രിയേഷൻ സിഇഒ ഔദ്യോഗികമായി തന്നെ അറിയിച്ചത്. സ്വാഭാവികമായും ആ മൊഴി തന്നെയായിരിക്കും ഇവിടെ ആവർത്തിക്കുന്നതും. ശബരിമലയിലെ സ്വർണ്ണപ്പാളി അതല്ല തിരികെ എത്തിയതെന്ന സ്ഥിരീകരിക്കാൻ ദേവസ്വം വിജിലൻസിന് ഈ മൊഴി വളരെ നിർണായകമായി മാറും. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവസാന ദിവസം ലാസ്റ്റ് മൊമെന്റിൽ ഈ സ്മാർട്ട് ക്രിയേഷൻ സിഇഒയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ദേവസ്വം വിജിലൻസിന്റെ നീക്കം. അതാണ് ദേവസ്വം വിജിലൻസിന്റെ നിർണായക നീക്കം നടക്കുകയാണ്. നാളെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ടതുണ്ട്. അതിനു മുൻപായി സ്മാർട്ട് ക്രിയേഷൻ സിഇഒയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ടല്ലോ വിഷ്ണു, അതായത് ജസ്റ്റിസ് കെ ടി ശങ്കരൻ നാളെ ശനിയാഴ്ച സന്നിധാനത്തേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ്. വിവരങ്ങൾ. കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ജസ്റ്റിസ് കെ ടി ശങ്കരൻ സന്നിധാനത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ട്രോങ് റൂമുകളിൽ പരിശോധന നടത്തുന്നത്. അതിൽ വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നത് ഈ സ്ട്രോങ് റൂമിൽ ഉള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ, സ്വർണവും അതോടൊപ്പം തന്നെ മറ്റു മൂല്യ വസ്തുക്കളും അതിന്റെ കണക്ക് തിട്ടപ്പെടുത്തി കൃത്യമായി രജിസ്ട്രിയാക്കി ഹൈക്കോടതിക്ക് മുമ്പാകെ സമർപ്പിക്കണമെന്നാണ്. അതിന്റെ പശ്ചാത്തലം ഈ ദ്വാരപാലക സ്വർണ്ണപ്പാളി അതുമായി ബന്ധപ്പെട്ടുള്ള രജിസ്ട്രിയിൽ ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയിരുന്നു. അതിന്മേലാണ് ഈ രജിസ്ട്രിയിൽ ഈ സ്ട്രോങ് റൂം തുറന്ന് പരിശോധന നടത്തി അവിടെ എന്തെല്ലാം വസ്തുക്കളെന്ന് കണ്ടെത്താൻ കോടതി തന്നെ നേരിട്ടൊരു നിർദ്ദേശം നൽകുകയും ഒരു റിട്ടയർഡ് ജസ്റ്റിസിനെ തന്നെ വെക്കുകയും ചെയ്തിട്ടുള്ളത്. അതിൽ എന്തെങ്കിലും ക്രമക്കേട്, അതായത് ഈ സ്ട്രോങ് റൂമിൽ നേരത്തെയുള്ള വസ്തുക്കളുമായി ബന്ധപ്പെട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണാവസ്ഥയിലേക്ക് പോകും, ദേവസ്വം ബോർഡിന് പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. നാളെ ശനിയാഴ്ച അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ആരംഭിക്കും. 18 സ്ട്രോങ് റൂമുകളാണ് ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉള്ളത്. അനുജ. ശരി, വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.